എല്ലാവർക്കും ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ എക്സ് മിനിസ്റ്ററും അതേപോലെ എക്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വി മുരളീധരൻ ഇവിടെ നമ്മളൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് ശബരിമല സംരക്ഷ സദസ് അതേപോലെ നമുക്കെല്ലാവർക്കും അറിയാം, ലോക്കൽ ബോഡി ഇലക്ഷൻസ് ലാസ്റ്റ് 2 days ബിഫോർ നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ അതേപോലെ മുനിസിപ്പാലിറ്റിന്റെ നമ്മളെല്ലാ കാൻഡിഡേറ്റ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ കാൻഡിഡേറ്റ്സും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാൻഡിഡേറ്റ്സും നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോ ഈ വേദിയിൽ മുരളീധരനുണ്ട്, അതേപോലെ മേഖല പ്രസിഡന്റ് ശ്രീകാന്ത് ഏട്ടൻ, അതേപോലെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള പി ആർ സുനിലും വന്നാൽ മേലത്തും ബാബുരാജും. അപ്പോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുരളീധരനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നമസ്കാരം. ഇത്തവണ കാസർഗോഡ് നിങ്ങളെല്ലാവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണാൻ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ സന്തോഷം കൂടുതലാവാനുള്ള മറ്റൊരു കാരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കാണുന്നത്. ഇന്നലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. ദേശീയ ജനാധിപത്യ സഖ്യം ശ്രീ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി വർഷങ്ങളായിട്ട് ബീഹാറിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നണി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ഭരണത്തിലേറിയതിന്റെ ആഹ്ലാദം പങ്കുവെക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ ഭരണഘടനയുടെ നിയമങ്ങൾക്ക് അനുസൃതമായി 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവരെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. പക്ഷേ കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ബീഹാർ ജനവിധിയെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഭരണത്തിലിരുന്ന പാർട്ടിയാണ്. 30 വർഷക്കാലം കേന്ദ്രത്തിൽ തുടർച്ചയായി ഭരിച്ച ആളുകളാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു വെല്ലുവിളിയും നേരിടാതെ 20 കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ളൊരു പാർട്ടി 10 വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള മനോഭാവം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ കാണിക്കുന്ന അസഹിഷ്ണുത, ആ അസഹിഷ്ണുത ഭാരതീയ ജനതാ പാർട്ടിയോട് മാത്രമുള്ള അസഹിഷ്ണുതയല്ല, ജനങ്ങളോടുള്ള അസഹിഷ്ണുത. ആ അസഹിഷ്ണുത കാണിക്കുന്ന മനോഭാവം കോൺഗ്രസ് അവസാനിപ്പിക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സമീപനം, ആ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പിന്മാറണം. NDAക്ക് വോട്ട് ചെയ്തവരൊക്കെ നിലവാരമില്ലാത്തവരാണ് എന്നുള്ള സമീപനം, ആ സമീപനം കോൺഗ്രസ് അവസാനിപ്പിക്കണം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ശ്രീ നരേന്ദ്രമോദിജിയുടെയും ശ്രീ നിതീഷ് കുമാറിന്റെയും ജനപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. ബീഹാറിലെ ജനങ്ങൾ
ലാലു യാദവിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തെ മനസ്സിലാക്കിയ ആളുകളായതുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ആ ഭരണത്തിനോടുള്ള താല്പര്യം കൂടുതൽ കാണിച്ചത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യക്കാര് നടത്തിയ അവകാശവാദം, അവർ പറഞ്ഞത് ബീഹാറിലെ പരാജയത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ ഡൽഹിയിൽ നിന്നും സ്ഥാനഭ്രഷ്ടരാകും. കാരണം ബീഹാറിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിതീഷ് കുമാറിന്റെ JDU ഡൽഹിയിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നത് അതിൽ നിന്ന് പിന്മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കും. ബീഹാറിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കരുത് എന്ന് നിർബന്ധമുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിയ തോതിൽ, പ്രത്യേകിച്ച് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ബീഹാറിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പോളിംഗ് ആണ് ഉണ്ടായത്. ഇതുവരെ ഇത്രയും ഉയർന്ന വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടില്ല. അതെല്ലാം വ്യക്തമാക്കുന്നത് ബീഹാറിലെ ജനങ്ങൾ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ, നയങ്ങളെ അംഗീകരിക്കുന്നു. ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ തുടർച്ചയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തോൽക്കുമ്പോൾ വോട്ടിംഗ് മെഷീനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ കുറ്റം പറയുന്നത് പരിഹാസ്യമായിട്ട് മാത്രമേ കാണുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയും സംഘവും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു സമീപനത്തിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിനു മുൻപത്തെ 5 വർഷക്കാലത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ, ആ സർക്കാരിന്റെ കീഴിൽ വികസന മുരടിപ്പും എല്ലാ മേഖലകളെയും ഗ്രസിച്ചിട്ടുള്ള അഴിമതിയും, ഇതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ആകത്തുക. ഈ അഴിമതിക്കെതിരായിട്ട് ശബ്ദമുയർത്താനുള്ള അവസരമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ മകളുടെ മാസപ്പടി തൊട്ട് ഇങ്ങേയറ്റത്ത് പഞ്ചായത്ത് മെമ്പർമാരും കോർപ്പറേഷൻ കൗൺസിലർമാരും CPMന്റെ കൗൺസിലർമാർ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത് വരെയുള്ള സംഭവങ്ങൾ ഏത് അളവിൽ അഴിമതി എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികളിൽ പോലും കൈയിട്ട് വാരി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമലയിൽ നടന്ന സംഘടിതമായിട്ടുള്ള കൊള്ള. ആ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയിൽ കള്ളപ്പണ ഇടപാടടക്കം നടന്നിരിക്കുന്നു എന്നുള്ള EDയുടെ കണ്ടെത്തൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു വിറ്റു, അതിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ് ED കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ആരുടെ ബിനാമിയാണ് എന്നുള്ളത് കൂടി ED കണ്ടെത്തും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ SIT അറസ്റ്റ് ചെയ്തു. മറ്റൊരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ഒളിച്ചു നടക്കുകയാണ്, പത്മകുമാർ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്, ആ സാമ്പത്തിക സ്രോതസ് നിരവധി സംശയങ്ങൾ ഉയർത്തുന്നതാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പത്മകുമാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ അറസ്റ്റ് ഭയന്നിട്ടുള്ള ഈ
ഒളിച്ചുകളി, ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. പത്മകുമാർ പറഞ്ഞത് ദൈവത്തെ പോലെ പത്മകുമാർ കരുതുന്ന ഒരാൾ പോലും വിശ്വസിച്ചു എന്നാണ്. അതാരാണെന്നുള്ളത് പുറത്തു വരണം. പത്മകുമാറിന് മാത്രമല്ല, അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവനും ഉൾപ്പെടെ ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിക്കരുത് എന്നുള്ളതാണ്. ശബരിമലയിലെ അന്വേഷണം നീതിപൂർവകമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യം. അതോടൊപ്പം കാസർഗോഡ് നിന്ന് ഞാൻ നിങ്ങളെ കാണുമ്പോൾ കാസർഗോഡ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാന വിഷയങ്ങളോടൊപ്പം കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉത്തര കേരളത്തിലെ ഈ ഭാഗങ്ങൾ ഒരു പ്രത്യേക ജില്ലയായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ പ്രദേശത്തിന്റെ അവികസിത അവസ്ഥയാണ്. ആ അവികസിത അവസ്ഥയിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും തന്നെ കഴിഞ്ഞ ഇത്രയും ദശാബ്ദങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാസർഗോഡുകാർ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കാസർഗോഡ് ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാത്തതിന്റെ ഫലമായിട്ടുള്ള സ്ഥിതി. അതോടൊപ്പം കാസർഗോഡ് ഇവിടുത്തെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു കാര്യമായിട്ടുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. വ്യവസായങ്ങൾ കൊണ്ടുവരാൻ, ആ വ്യവസായങ്ങൾക്കിലൂടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കാൻ, ഇതിനൊന്നും വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ത്രിതല പഞ്ചായത്തുകളിലുള്ളവരോ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്നവരോ ഗൗരവത്തോടുകൂടി ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടില്ല. ഈ അവികസിതാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ രാജ്യം മുഴുവൻ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിനോടൊപ്പം കാസർഗോഡും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. ജില്ലാ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും വിജയിപ്പിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ 16 സ്ഥാനാർത്ഥികളെയും അതുപോലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും പേരുകൾ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ പാർട്ടി തീരുമാനിച്ചതനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഞാൻ വായിക്കാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലിസ്റ്റ് എല്ലാവർക്കും വിതരണം ചെയ്യാം. ജില്ലാ പഞ്ചായത്തിൽ 1ാം ഡിവിഷൻ ആയിട്ടുള്ള കുഞ്ചത്തൂർ വിജയകുമാർ റായ്, പുത്തിക 2ാം ഡിവിഷൻ പുത്തികയിൽ മണികണ്ഠ റായ്, 3ാം ഡിവിഷൻ ബദിയടുക്ക രാമപ്പ മഞ്ചേശ്വര, 4ാം ഡിവിഷൻ ദേലമ്പാടി ബേബി മണിയൂർ, 5ാം ഡിവിഷൻ കുറ്റിക്കോൽ മനുലാൽ മേലോത്ത്, 6ാം ഡിവിഷൻ കല്ലാർ ധന്യ സുമോദ്, 7ാം ഡിവിഷൻ ചിറ്റാരിക്കൽ രമണി KS, 8ാം ഡിവിഷൻ കയ്യൂർ TD ഭരതൻ, 11ാം ഡിവിഷൻ മടിക്കൈ A വേലായുധൻ, 14ാം ഡിവിഷൻ ഉദുമ സൗമ്യ പത്മനാഭൻ, 16ാം ഡിവിഷൻ സിവിൽ സ്റ്റേഷൻ PR സുനിൽ. ഇതിനു പുറമെ
മഞ്ചേശ്വരത്തെ 16 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ 16 വരെയുള്ള പാടുകളാണ്. 13 ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരത്ത് 13 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ 10 സ്ഥാനാർത്ഥികൾ കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ 4 സ്ഥാനാർത്ഥികൾ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ 8 സ്ഥാനാർത്ഥികൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 6 സ്ഥാനാർത്ഥികൾ ഇത്രയും പേരുടെ പട്ടിക കൂടി ഇന്ന് പാർട്ടി സ്ഥാനാർത്ഥികളായിട്ട് പുറത്തിറക്കുക. അതെ, അല്ല ജില്ലാ പഞ്ചായത്തില് 16 ഡിവിഷൻ അല്ല, ജില്ലാ പഞ്ചായത്തിൽ 11. ടോട്ടൽ ജില്ലാ പഞ്ചായത്തിൽ 17 അടുത്ത ദിവസം അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ട് അറിയും. ആരും പരിഭ്രമിക്കണ്ട, എല്ലാ സീറ്റിലും ബി ജെ പിക്ക് പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉചിതമായിട്ടുള്ള സമയത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും പേര് വെക്കും. കാസർഗോഡ് ജില്ലയുടെ വികസനമാണ് ചർച്ചയാവുക. എയിംസ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, നേരത്തെ തന്നെ ചർച്ചയായതാണ്. എയിംസ് സംബന്ധിച്ച് ബി ജെ പിയുടെ നിലപാട് എങ്ങനെ, കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെയാണോ? ഈ കാര്യത്തിൽ എല്ലാ പ്രദേശത്തെയും ജനങ്ങൾ ആ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൂടിയാണ്. എയിംസിന്റെ കാര്യത്തിൽ അതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്ഥലം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് സ്ഥലം നിർദ്ദേശിക്കാം. ആ നിർദ്ദേശിച്ച സ്ഥലം പരിശോധിക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് വിദഗ്ധന്മാരുടെ സംഘത്തെ അയക്കും. ആ സ്ഥലം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ കേരളത്തിന് എയിംസ് അനുവദിക്കും എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സ്ഥലം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തുടർ നടപടികൾ മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോഡിന്റെ കാര്യം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും നേതാക്കന്മാരും പറയും. തീർച്ചയായിട്ടും കാസർഗോഡ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും അവികസിതമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിലയിരുത്തൽ. അതിന് പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം. കേരളം മുഴുവൻ വികസിക്കണം എന്നുള്ളതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധി സ്വാഭാവികമായും ആ പ്രദേശത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തണം എന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ജനപ്രതിനിധി ആവാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അങ്ങനെ ഒരാൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അയാൾ ഏത് പ്രദേശത്തെയാണോ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് അയാൾ പ്രകടിപ്പിക്കുന്നത്. അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആകാതിരിക്കാം. അദ്ദേഹം അതിന് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ശശി തരൂർ ബിജെപിയോട് കൂടുതൽ അടുക്കുകയാണോ എന്താ തോന്നുന്നത്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ശശി തരൂർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിൽ പറയാറുണ്ട്. ചില അഭിപ്രായങ്ങൾ വസ്തുനിഷ്ഠമാണ്, ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഗ്രസ് ചായ്വിന്റെ അടിസ്ഥാനത്തിലാണ്. വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ് കോൺഗ്രസിലെ കുടുംബാധിപത്യം. കാരണം ആ കുടുംബാധിപത്യം കാരണം കോൺഗ്രസിൽ നിന്ന് ധാരാളം ആളുകൾ കൊഴിഞ്ഞു പോകുന്നു. കാരണം അവിടെ ഒരു ഡിഫൈൻഡ് സക്സഷൻ പ്ലാൻ, ഒരു പിന്തുടർച്ച എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു പിന്തുടർച്ചയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും അവിടെ നേതൃത്വത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് മുൻകൂട്ടി അറിയാം എല്ലാവർക്കും. സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് ശേഷം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് ശേഷം അതിനുശേഷമുള്ള ആൾക്കാരുടെ മക്കളെയൊന്നും പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിൽ ആരെയാണോ അവർ തീരുമാനിക്കുന്നത് അവരാരെങ്കിലും ആയിരിക്കും കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ NSUക്കാർ അല്ലെങ്കിൽ ഈ KSUക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അവർക്കൊക്കെ അതിന്റെ താഴെയുള്ള പദവികളെ കിട്ടുള്ളൂ എന്നുള്ളത് കോൺഗ്രസിന്റെ സ്ഥിതിയാണ്. അപ്പൊ കഴിവുള്ള ആൾക്കാർ വരില്ല. അതുകൊണ്ടാണല്ലോ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള ആളുകൾ, ഹിമന്ത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്കാരനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് നിരാശാജനകമാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് നിരാശാജനകമാണ്, ജനങ്ങൾക്ക് നിരാശയൊന്നല്ല. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം സ്വാഗതം ചെയ്യണം, സന്തോഷം പ്രകടിപ്പിക്കണം. അതല്ല ഇന്നലെ പറഞ്ഞത്. അതൊക്കെ അത് ആ പറഞ്ഞ ആളുകളെ കുറിച്ച് അറിവില്ല. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടൂർ മുനിസിപ്പാലിറ്റി. അപ്പൊ ശ്രീകണ്ഠാപുരം കോട്ടൂരില്ല, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ. അപ്പൊ അതേപോലെ കർണാടക ഗവൺമെന്റ് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുണ്ടാവും ഒരുപക്ഷെ. എനിക്കറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് എന്റെ അറിവിലില്ല. അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് CPM-ന്റെ സ്ഥാനാർത്ഥി നേരത്തെ പോലീസിൽ വെള്ളക്കെട്ടാണെന്ന് പറയുകയും പിന്നീട് സംസ്ഥാന സർക്കാർ വീണ്ടും CPM-ന്റെ സമ്മർദ്ദം മൂലം രണ്ടാമത് അന്വേഷണം അതിനാണ് TK രത്നകുമാർ. അതാണ് ഞാൻ പറഞ്ഞത്. കേസിൽ പ്രതി പ്രാദേശിക BJP നേതാവ്. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ കാര്യം, BJP ഒരു തരത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോയി കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ പലപ്പോഴും കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊള്ളുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ ബോധപൂർവം കള്ളക്കേസിൽ കൊടുക്കുകയും അവരെക്കെതിരായിട്ട് ശിക്ഷാ നടപടികൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നടന്നിട്ടുള്ള ചില കൊലപാതകങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എത്രമാത്രം അതിൽ ഇൻവോൾവ് ആയി, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പങ്കാളിത്തത്തോടുകൂടി കൊലപാതകങ്ങൾ എത്ര നടന്നു, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു സംഭവം, ഈ കേസിലെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ രത്നകുമാറാണ്. മാർച്ച് മാസത്തിലാണ് അയാൾ റിട്ടയർ ചെയ്തത്. മാർച്ച് മാസത്തിൽ റിട്ടയർ ചെയ്ത് 6 മാസത്തിനകം അയാൾ CPM-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ മുനിസിപ്പാലിറ്റി. ഇത്രയും വിശ്വാസ്യത അയാൾ നേടിയെടുക്കണമെങ്കിൽ അത് 6 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസ്യതയല്ല, അതിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോ ഈ ഉദ്യോഗസ്ഥൻ CPM-ന്റെ ആജ്ഞാനുവർത്തിയായിട്ടാണോ ഈ കേസുകൾ മുഴുവൻ അന്വേഷിച്ചത് എന്നുള്ള സംശയം നവീൻ ബാബുവിന്റെ കേസിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പൊ അതേ പ്രശ്നം ഈ കേസിലും അവരുടെ കുടുംബത്തിന്, ഈ പറഞ്ഞ ഇപ്പൊ ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ കുടുംബത്തിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് സംശയിക്കാൻ പറ്റില്ല. കേരളത്തിൽ
അല്ല, അതൊക്കെ ഞാൻ പറയേണ്ട ഒരു ഉത്തരവല്ല, അതൊക്കെ അന്വേഷണ ഏജൻസികൾ പറയണം. കേന്ദ്രമന്ത്രിമാരെല്ലാവരും, അതായത് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേന്ദ്രമന്ത്രിമാര് എന്ന് മാത്രമല്ല, മന്ത്രിസഭ എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വമുണ്ട്. പക്ഷെ അതേ സമയത്ത് രാജ്യത്തുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാവരുമായിട്ട് പങ്കുവെക്കാനും പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് കോളർ ടെററിസം ഉണ്ടോ, വൈറ്റ് കോളർ ടെററിസത്തിൽ കേരളത്തിലുണ്ടോ, കാസർഗോഡ് ജില്ലയിൽ ആരൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭയിലുള്ള ആളുകളല്ല, അതൊക്കെ ബന്ധപ്പെട്ട ഏജൻസികളാണ് ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. മന്ത്രിമാരോ സർക്കാരോ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, നയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തുള്ള വിശദാംശങ്ങളിലേക്ക് മന്ത്രിസഭയ്ക്ക് പോകാനുള്ള ഉത്തരവാദിത്വമില്ല. മന്ത്രിസഭ ചെയ്യേണ്ടത് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ബന്ധപ്പെട്ട ഏജൻസികൾ, ഉദ്യോഗസ്ഥന്മാർ വിശദാംശങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയില്ല. അപ്പൊ ശരി. നിങ്ങൾ പറഞ്ഞു. നേരത്തെ എയിംസിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, എയിംസിന്റെ കാര്യത്തില് BJP ഇത് ആദ്യമായിട്ടല്ല, 2014 ആദ്യം തൊട്ട് തന്നെ പറയുന്നതാണ്. അതിന്റെ തുടർച്ചയായിട്ട് പല കാര്യങ്ങളും BJP ജില്ലാ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 2015-20 കാലഘട്ടത്തിലെ ജില്ലാ പഞ്ചായത്ത് അതില് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആ റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ഞാനാണ്. ഞാൻ അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എന്റെ റെസൊല്യൂഷൻ രാഷ്ട്രീയ ഭേദ്യമന്യേ എല്ലാവരും അംഗീകരിച്ചതാണ്. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടി അതിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിൽ സംശയമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത്, ജില്ലാ പഞ്ചായത്തിൽ NDA അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും എയിംസ് കാസർഗോഡ് ജില്ലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ജില്ലാ പഞ്ചായത്ത് ഭരണകൂടം എന്ന നിലയ്ക്ക് അന്നത്തെ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രായോഗികമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും. അതാണ് ഞങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം അതാണ്. എല്ലാരില്ല, 4-5 ആളുണ്ട്. എല്ലാവരും കണ്ടസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ കണ്ടസ്റ്റ് ചെയ്യണം. അതുകൂടി നമുക്ക് നമ്മള് ആ ലെവലുള്ള മീൻസ് ജില്ലാ ജനറൽ സെക്രട്ടറി ലേബലിലുള്ള ആൾക്കാർ തന്നെ ഈ ഒരു മത്സര രംഗത്തിലുണ്ട്. ജില്ലാ പഞ്ചായത്ത് അതന്നെ പുതിയ ഡിവിഷന്റെ മുരളിയേട്ടൻ ഡിക്ലെയർ ചെയ്ത ലിസ്റ്റിൽ ഉൾപ്പെട്ട 2-3 ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ. അവരെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുത്തിക വാർഡിൽ നിന്ന് പുത്തിക ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീ മണികണ്ഠൻ റായ്, ബദിയടുക്ക ശ്രീ രാമപ്പ മഞ്ചേശ്വര, പുതുമ ശ്രീമതി സൗമ്യ പത്മനാഭൻ, കുട്ടിക്കോൽ ശ്രീ മന്ദാൽ മേലത്ത്, സിവിൽ സ്റ്റേഷൻ ശ്രീ PR സുനിൽ. അഭിനന്ദനಗಳು. സൗമ്യ ബാങ്ക് സ്റ്റാഫാണ്. മണ്ഡല വൈസ് പ്രസിഡന്റിന് സംശയിച്ചതിന് നിങ്ങൾ 2 ലക്ഷം കൊണ്ടുപോയി. വന്നില്ല നിലത്ത് എല്ലാവരും ഫോട്ടോ എടുക്കാം.
ബാബിങ്ങോ സ്ഥാനാർത്ഥികൾ രണ്ടു മൂന്ന് സ്ഥാനാർത്ഥികൾ രണ്ടാളിങ്ങോട്ടോ മണികണ്ഠ അതെ ഇവിടെ മുന്നോട്ട് Yes. Okay. ബാബുവിന്റെ ബാങ്കിൽ